ഹലോ, വെൽക്കം ടു റിതൂസ് രുചി വേൾഡ്. ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു നവരരി കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 5 ടേബിൾ സ്പൂൺ നവരയുടെ അരി ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചെറുപയർ, 3 ടേബിൾ സ്പൂൺ മുതിര, അതുപോലെ 5-6 ടേബിൾ സ്പൂൺ തേങ്ങ, ഒപ്പം തന്നെ 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്. ഇതിനൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഉണ്ട്, അത് ഞാനിവിടെ വിട്ടുപോയതാണ്. ഇതെല്ലാം നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചു ധാന്യങ്ങളൊക്കെ. അതിനുശേഷം നവരയുടെ അരി നമ്മൾ കുക്കറിലേക്ക് മാറ്റി അതിനോടൊപ്പം തന്നെ ഉലുവയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കൊരു 3 വിസിൽ വെച്ച് വേവിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ മുതിരയും ചെറുപയറും ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഉടഞ്ഞു പോകാതിരിക്കാനാണ് ആദ്യം തന്നെ നവരരി വേവിക്കുന്നത്. അത് വെന്ത് വന്നതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം, ഒപ്പം തന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മുതിരയും ചെറുപയറും ചേർത്ത് ഒപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് ഒരു 3 വിസിൽ കൂടി ഞാൻ കൂടുതൽ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 6 വിസിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് തിളച്ച് വന്നിരിക്കുന്ന ഈ കഞ്ഞിയിലേക്ക് ചേർക്കുക. നേരത്തെ 5-6 ടീസ്പൂൺ എടുത്തായിരുന്ന തേങ്ങ, അതിൻ്റെ പാല് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പാല് ഇതിലൊഴിക്കുക. 1 കപ്പോളം പാലുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യിൽ ചെറിയ ഉള്ളി നല്ലപോലെ മൂപ്പിച്ച് ചേർക്കാം. ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ നെയ്യിൽ ഉള്ളിയും കൂടി ചേർത്ത് മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ നെയ്യ് പുറമെ ഒഴിക്കുന്നേ ഉള്ളൂ, മൂപ്പിക്കുന്നില്ല ഉള്ളി. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ കർക്കിടക കഞ്ഞി ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഉച്ചയ്ക്കോ രാവിലെയോ നിങ്ങൾക്ക് നൈറ്റിനുള്ള ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ കഞ്ഞിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് റിതൂസ് രുചി വേൾഡ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.